നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് എല്ലാ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. അതാണ് അവർ കോടതിയിലും പറഞ്ഞതായി നമ്മൾ കാണുന്നത്. യാത്രയപ്പിന് ശേഷം നവീൻ ബാബു 5:45 കളക്ടറേറ്റിൽ നിന്നിറങ്ങി. അവിടെ നിന്ന് മുനീശ്വരൻ കോവിലിൽ പോയി ഇറങ്ങി എന്നാണ് ഡ്രൈവർ പറയുന്നത്. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ADMന്റെ ക്വാർട്ടേഴ്സിലേക്ക് പോയിട്ടുണ്ടാകാം. ഈ ഭാഗങ്ങളിലൊക്കെയുള്ള CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. എല്ലാ CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ടോ? ആ ചോദ്യം അവിടെ ബാക്കിയാണ്. വൈകുന്നേരം 6 മണി മുതൽ ADM നവീൻ ബാബു എവിടെയൊക്കെ പോയിട്ടുണ്ട്, ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, ഇതെല്ലാം അന്വേഷിക്കേണ്ടേ? യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം ADM നവീൻ ബാബു വൈകുന്നേരം 5:30 വന്നിറങ്ങി എന്ന് പറയുന്ന മുനീശ്വരൻ കോവിലിലെ ജംഗ്ഷനിലാണ് നമ്മളുള്ളത്. ഈ ജംഗ്ഷനിൽ, അതായത് എൻ്റെ ഇടതുവശത്തുകൂടി, അതായത് പഴയ സ്റ്റാൻഡിൽ നിന്നും മുനീശ്വരൻ കോവിലിലേക്ക് വരുന്ന റോഡാണ് എൻ്റെ ഇടതുവശത്ത്. വലതുഭാഗത്തേക്ക് ഇവിടെ നിന്നും ഒരു 150 മീറ്റർ മാത്രം സഞ്ചരിച്ചു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി കഴിയും. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയും. പോലീസിൻ്റെ ഒരു CCTV ഉള്ളതാണ് ഈ നേരെ നമ്മൾ ഈ കാണുന്നത്. ഈ CCTV പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഈ SN പാർക്ക് റോഡിൽ നമുക്ക് CCTV കാണാൻ വേണ്ടി കഴിയും. ഇതിൽ 3 ക്യാമറയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുക. ഈ 3 ക്യാമറകളിൽ ഏതെങ്കിലും പരിശോധിച്ച് കഴിഞ്ഞാൽ 3 വശത്തേക്കുള്ളത്, SN പാർക്ക് റോഡിലേക്കുള്ളതുണ്ട്, അതിന് പുറമെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചതുണ്ട്. ഇനി ഇതല്ല, പഴയ സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ വശത്തേക്കാണോ നവീൻ ബാബു സഞ്ചരിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഒന്ന് നേരെ ഈ ജംഗ്ഷനിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുള്ള ഒരു CCTVയും മറ്റൊന്ന് നേരെ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ ആളുകളെയും എല്ലാം പതിയുന്ന രീതിയിലുള്ള ഒരു CCTV ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഇവിടെ നിന്നും ഒരു 150 മീറ്റർ അകലെ മാത്രമാണ് റെയിൽവേ സ്റ്റേഷനുള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി അർച്ചന രവീന്ദ്രൻ അവിടെ നിന്നും ചേരുകയും ചെയ്യും. അർജുൻ നിൽക്കുന്നതിന് ഏകദേശം 150 മീറ്റർ ഇപ്പുറത്താണ് നമ്മളുള്ളത്. ഈ കാണുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ്. നവീൻ ബാബു കയറി വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി വരുന്ന സമയത്ത് ഈ CCTV ദൃശ്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പതിയാനുള്ള സാധ്യത ഏറെയാണ്. ഈ കയറുന്നതാണ് നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയിൽ ഏകദേശം ഈ വഴിയിൽ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കാനറ ബാങ്ക് ഉണ്ട്. ആ ബാങ്കിന്റെ സൈഡിലായിട്ടും ഒരു CCTV കാണുന്നുണ്ട്. ഈ ഒരു എൻട്രൻസ് കടന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്ന സമയത്ത് ഈ കാണുന്നതും ഒരു വലിയൊരു CCTV ആണ്. ഉള്ളിൽ കയറുന്ന സമയത്ത് വലിയൊരു CCTV, ഏകദേശം വലിയൊരു CCTV, ആ ഒരു CCTVയിലേക്കാളും ഏകദേശം വലിയൊരു CCTV ഇവിടെയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, ഈ ഒരു നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം ഈ ഒരു CCTVയിൽ കാണാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ മെയിൻ എൻട്രൻസ് കടന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്ന സമയത്താണെങ്കിലും ആ കാണുന്നതും ഒരു CCTV ആണ്. ആ CCTVയിലും അദ്ദേഹത്തിന് അന്നേ രാത്രി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ബാഗോട് കൂടി വന്ന ആ ഒരു CCTV അടക്കം, ഈ ഒരു സീരിയൽ അടക്കം ആ ദൃശ്യങ്ങൾ കാണാനുള്ള സാധ്യത എന്തായാലും കൂടുതലാണ്. എന്തായാലും അദ്ദേഹം വന്നടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു CCTVയിൽ അടക്കം പതിയുമെന്ന കാര്യം തീർച്ചയാണ്. എന്തായാലും ഇതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ചിത്രം. നമ്മൾ നിൽക്കുന്നത് ഈ വുമൺസ് കോളേജിന് സമീപത്തുള്ള ക്വാർട്ടേഴ്സിലേക്കുള്ള റോഡിന് സമീപത്താണ്. ഇവിടെ, അതായത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിക്കുന്ന്, ആ പള്ളിക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻവശത്തായി ഒരു CCTV ഉണ്ട്. ആ CCTVയിൽ ഈ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന റോഡ് ഉൾപ്പെടെ ദൃശ്യമാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം രാത്രി എപ്പോഴെങ്കിലും ഈ റോഡിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഏതൊക്കെ വാഹനങ്ങളാണ് അന്ന് രാത്രി ഇതുവഴി കടന്നു പോയിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കാവുന്നതുള്ളൂ. പോലീസാണ് ഇതിനകത്ത് ഏതൊക്കെ CCTVകളാണ് ശേഖരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തത വരുത്തേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുപശിക്കും രഞ്ജിത്ത് മന്നിപ്പാടിക്കുമൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ആൻഡ് അർച്ചന രവീന്ദ്രൻ, കണ്ണൂർ.